till now, have you had a real sense of prayer? A skit presented by St. Vincent de Paul to show you a model prayer. സീരിയൽ തുടങ്ങുന്ന സമയം 5 മിനിറ്റ് ഉണ്ട്. എന്നാ പിന്നെ അങ്ങ് പ്രാർത്ഥിച്ചേക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശല്യപ്പെടുത്തരുത്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നീ എന്നെ വിളിച്ചല്ലോ പറ്റി. വിളിച്ചോ? ഞാനാരെയും വിളിച്ചില്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പറ്റി, നീ വീണ്ടും എന്നെ വിളിച്ചു. വീണ്ടും വിളിച്ചു? അതേ പറ്റി, നീ വിളിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതാ ഞാനിവിടെയുണ്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ എന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ്. ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് ചൊല്ലുമ്പോ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ഞാനിതൊന്ന് ചൊല്ലി തീർത്തോട്ടെ. ശരി, നീ പ്രാർത്ഥിച്ചോളൂ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഒരു നിമിഷം, നീ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? ഏതുകൊണ്ട്? നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പറഞ്ഞതുകൊണ്ട്. എനിക്കറിയില്ല. അതിന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അല്ല, എന്താണ് അതിന്റെ ഒരു അർത്ഥം? പൂജിതം, പരിശുദ്ധം, പാവനം. അത് കൊള്ളാം. എനിക്ക് ഇതുവരെ പിടിയിട്ടില്ലല്ലോ. തരക്കേടില്ല. നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നീ അത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ പറ്റി? പിന്നല്ലാതെ. പക്ഷേ നീ അതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നു നീ സ്വർഗത്തിൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഇവിടെയും കൺട്രോൾ ചെയ്താൽ എല്ലാം വെടിപ്പായി. ബെറ്റി, നീ എന്റെ നിയന്ത്രണത്തിലാണോ? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. നീ പള്ളിയിൽ പോകുന്നു എന്നത് ശരി തന്നെ. പക്ഷേ നിന്റെ പരദൂഷണ സ്വഭാവത്തെ പറ്റി എന്തു പറയുന്നു? നിന്റെ മുൻകോപത്തെ കുറിച്ച് ശരിക്കും നിനക്ക് അവിടെ ഒരു പ്രശ്നമില്ലേ? പിന്നെ നീ പണം ചെലവാക്കുന്ന രീതി നിനക്ക് വേണ്ടി മാത്രമല്ലേ നീ ഇത് ചെലവാക്കുന്നത്? അല്ല പറ്റി, നീ വായിക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെയുള്ളവയാണ്? എന്നെ കുറ്റപ്പെടുത്തുന്നതൊന്നും നിർത്താം. നമ്മുടെ പള്ളിയിൽ വരുന്ന ഭക്ത സ്ത്രീകളെക്കാൾ ഒട്ടും മോശക്കാരിയല്ലേ ഞാൻ. ബെറ്റി, എന്റെ ഇഷ്ടം നിറവേറ്റാനാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നിന്നിൽ നിന്ന് തുടങ്ങണം. സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഞാൻ പേരെടുത്ത് പറയാം. ഞാൻ നിന്നോട് അങ്ങോട്ട് പറഞ്ഞാലോ? സത്യത്തിൽ ഞാനിതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ചിലതൊക്കെ മാറാനായിട്ടുണ്ട്. കുറെ കൂടി ഒരു നല്ല ആളായാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കൊള്ളാം. ഇപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. തീർച്ചയായും നിന്നിൽ മാറ്റമുണ്ടാകാൻ പറ്റി. നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. അല്ല കർത്താവേ, നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? കുറെ സമയമായി. 2 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പ്രാർത്ഥന ഇപ്പം എബ്രാഹിമിന്റെ പ്രസംഗം പോലെ ആയല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ബെറ്റി, ഇപ്പോൾ തന്നെ നീ ആവശ്യത്തിലധികം കഴിക്കുന്നുണ്ട്. ഈ കുറ്റപ്പെടുത്തൽ കുറെ കൂടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഞാനിവിടെ എന്റെ ആത്മീയമായ ഒരു കർമ്മം ചെയ്യുകയാണ്. ഞാൻ എന്റെ പ്രാർത്ഥന ചൊല്ലുന്നു. നീ വെറുതെ ഇടയ്ക്ക് എന്റെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥന അപകടകരമായ ഒരു കാര്യമാണ് പറ്റി. പ്രാർത്ഥിക്കുന്നവർക്ക് മാറാതെ വേറെ വഴിയില്ല. ഇത് നിന്നെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നീ എന്നെ വിളിച്ചു, ഞാൻ വന്നു. ബാക്കി പ്രാർത്ഥിക്കൂ. അടുത്തു വരുന്ന ഭാഗത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. എനിക്ക് പേടിയാണ്. എന്തിനാണ് നീ പേടിക്കുന്നത്? അങ്ങ് പറയാൻ പോകുന്നതിനെ കുറിച്ച്. നീ പ്രാർത്ഥിച്ചു നോക്ക്. ബെറ്റി, ഒന്ന് നിർത്തി ചൊല്ലാമോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ജെനിയുടെ കാര്യമോ പറ്റി? എനിക്കറിയാം. എനിക്ക് ശരിക്കും അറിയാമായിരുന്നു. ഇത് തന്നെ പറയുന്നു. ആ കള്ളി എന്നെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു. വഞ്ചകി എന്റെ പണം അടിച്ചു മാറ്റി. ദൈവത്തിനാണ് അവളോട് ക്ഷമിക്കുന്നത്.
പ്രശ്നമില്ല. അപ്പോൾ നീ പ്രാർത്ഥിച്ചതോ? അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൊള്ളാം, നീ ഏതായാലും സത്യം പറഞ്ഞു. നീ ഈ വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടന്നിട്ട് എന്ത് പ്രയോജനമാണ്? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവൾക്കൊരു പണി വെച്ചിട്ടുണ്ട്. അന്ന് അവൾ അറിയും ഈ വ്യക്തി ആരാണ്. നീ അവളേക്കാൾ അസ്വസ്ഥയായിരിക്കും പറ്റി. പ്രതികാരം കയ്പ് നിറഞ്ഞതാണ്. സത്യത്തിൽ ഇപ്പോൾ തന്നെ നീ വളരെ അസംതൃപ്തയല്ലേ? പക്ഷേ ഞാൻ നിന്നെ മാറ്റാം. നിനക്ക് എന്നെ മാറ്റാൻ സാധിക്കുമോ? അതെ. എങ്ങനെ? ജെനിയോട് ക്ഷമിക്കൂ, അപ്പോൾ എനിക്ക് നിന്നോട് ക്ഷമിക്കാനാകും. നിന്റെ ഹൃദയ സന്തോഷം നിനക്ക് വീണ്ടെടുക്കാം. കർത്താവേ, എനിക്ക് കഴിയില്ല കഴിയില്ല കഴിയില്ല. ജെനിയോട് ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയെങ്കിൽ എനിക്ക് നിന്നോടും ക്ഷമിക്കാനാവില്ല. അപ്പോൾ ജെനിയോട് ക്ഷമിക്കാത്തടത്തോളം കാലം എനിക്ക് നിന്നോട് ബന്ധപ്പെടാനാവില്ല. കർത്താവേ, ഞാൻ ജെനിയോട് ക്ഷമിക്കുന്നു, ശരിക്കും ക്ഷമിക്കുന്നു. അവളെയും നീ സഹായിക്കണമേ. അതാണ് പറ്റി. നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് വല്ലാത്തൊരു സന്തോഷം, നല്ല ഒരു ഫീലിംഗ്. കൊള്ളാം, പ്രാർത്ഥന തുടരും. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞാനത് ചെയ്യാൻ പറ്റി. പക്ഷേ നിന്നെ പ്രലോഭിപ്പിക്കാവുന്ന ചുറ്റുപാടുകളിൽ ആകാതിരിക്കുവാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണ് കർത്താവേ? തെറ്റായ ഇടങ്ങളിൽ പോകാതിരിക്കുക, മോശമായ സിനിമകളും TV പരിപാടികളും കാണാതിരിക്കുക, പാപകരമായ സംഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, നല്ലതല്ലാത്ത സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുക. നീ സ്വയം വിഡ്ഢിയാകുന്നതിനെ പറ്റി. അതായത് നീ ഇപ്രകാരമുള്ള അനുഭവങ്ങൾക്ക് വിധേയായിട്ടുണ്ട്. ഞാനോ? അതെ. പിന്നീട് എത്ര പ്രാവശ്യം നീ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ സഹായിക്കണേ, ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കുകയില്ല എന്ന് ആണയിട്ടിട്ടുണ്ട്. നീ ഓർക്കുന്നില്ലേ? കർത്താവേ, ഞാൻ ഓർക്കുന്നു. ഐ എം അഷേംഡ്. കർത്താവേ, സത്യത്തിൽ ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത് ജസ്റ്റ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതിയെന്നാണ്. പിന്നീട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമല്ലോ. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റി. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. എനിക്ക് യഥാർത്ഥത്തിൽ മഹത്വം ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ പറ്റി? എന്താണ് കർത്താവേ? എന്നോട് പറയൂ. നിന്റെ ശിഷ്യയാകുക എന്നതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. നീ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞ പറ്റി. അതേയോ? എനിക്ക് യഥാർത്ഥ മഹത്വം നൽകുന്നത് നിന്നെ പോലെ എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് പറ്റി. കർത്താവേ, എനിക്ക് ഇതുപോലെ നിന്നോട് എപ്പോഴും സംസാരിക്കണമെന്നുണ്ട്. നിന്നോട് സംസാരിക്കുന്നതിന്റെ സന്തോഷം എനിക്ക് എന്നും അനുഭവിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോട് കൂടി ഉണ്ടാകും പറ്റി.